ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 8-ാം അധ്യായമാണ് നാം ചിന്തിക്കുന്നത്. ഇന്ന് അതിന്റെ 14 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു. അനന്തരം യെരുശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമര്യർ ദൈവവചനം കൈക്കൊണ്ടു എന്ന് കേട്ട് പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കൽ അയച്ചു. അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു. അന്നുവരെ അവരിൽ ആരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റിരുന്നതേയുള്ളൂ. അവർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. അപ്പോസ്തലന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചത് ശിമോൻ കണ്ടാറെ അവർക്ക് ദ്രവ്യം കൊണ്ടുവന്നു. ഞാൻ ഒരുത്തന്റെ മേൽ കൈവച്ചാൽ അവന് പരിശുദ്ധാത്മാവ് ലഭിപ്പാൻ തക്കവണ്ണം ഈ അധികാരം എനിക്കും തരേണം എന്ന് പറഞ്ഞു. പത്രോസ് അവനോട്, ദൈവത്തിന്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ളാം എന്ന് നീ നിരൂപിക്കൊണ്ട് നിന്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലായകൊണ്ട് ഈ കാര്യത്തിൽ നിനക്ക് പങ്കും ഓഹരിയുമില്ല. നീ ഈ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കാം. പക്ഷേ നിന്റെ ഹൃദയത്തിലെ നിരൂപണം ക്ഷമിച്ചു കിട്ടുമായിരിക്കും. നീ കൈപ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിലും അകപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അതിന് ശിമോൻ, നിങ്ങൾ പറഞ്ഞതൊന്നും എനിക്ക് ഭവിപ്പാതിരിപ്പാൻ കർത്താവിനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോസ്തലന്മാർ അവർ ഇപ്പോഴും യെരുശലേമിൽ തന്നെയാണ്. മറ്റുള്ളവർ ഉപദ്രവം ഉണ്ടായപ്പോൾ യെരുശലേം വിട്ടുപോയി. യഹൂദയിൽ സഞ്ചരിച്ചു, ശമരിയിൽ സഞ്ചരിച്ചു. പോയിടത്തൊക്കെ അവർ സുവിശേഷം പറഞ്ഞു. ഫിലിപ്പോസ് ശമരിയിൽ പോയി പ്രസംഗിച്ചു. അവിടെ ശമര്യർ ആദ്യമായി സുവിശേഷം കേട്ടു വിശ്വസിച്ചു. ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. നമുക്ക് ആ പ്രശ്നം വ്യക്തമായി മനസ്സിലാകില്ല. കാരണം യഹൂദന്മാരും ശമര്യക്കാരും തമ്മിൽ വലിയ ശത്രുതയായിരുന്നു. അത് നമുക്ക് വായിച്ച് കേട്ടുള്ള അറിവേ ഉള്ളൂ. ഞാനൊരു ഉദാഹരണം പറയാം. ഇന്ത്യക്കാരും പാകിസ്ഥാൻകാരും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? ക്രിക്കറ്റ് കളിക്കാൻ പോലും നമ്മൾ തയ്യാറല്ല. അത്ര വലിയ വൈരമാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതാണ്ട് ഇതുപോലെയായിരുന്നു യഹൂദന്മാരും ശമര്യക്കാരും. കാരണം അവർ രണ്ടുപേരും കാഴ്ചയിൽ സാമ്യമുള്ളവരാണ്. അവരുടെ രണ്ടുപേരുടെയും പിതാക്കന്മാരൊക്കെ ഏതാണ്ട് സെയിമാണ്. പക്ഷേ രണ്ടു കൂട്ടർക്കും പരസ്പരം കണ്ടുകൂടാ. ഇത് സുവിശേഷങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലാവും. പല സംഭവങ്ങളുണ്ട്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തിയിൽ സഭ സ്ഥാപിക്കുന്ന സമയത്ത് ഈ വ്യത്യാസം ഇല്ലാതാവുകയാണ്. എന്നുവെച്ചാൽ ക്രിസ്തീയ സഭയിൽ ശമര്യനെന്നോ യഹൂദനെന്നോ ഉള്ള വ്യത്യാസം ഇല്ല, അഥവാ ഉണ്ടാകാൻ പാടില്ല. ഈ വ്യത്യാസം ഇല്ലാതാക്കുവാൻ വേണ്ടി ദൈവം വളരെയധികം കാര്യങ്ങൾ 1-ാം നൂറ്റാണ്ടിൽ ചെയ്തു. അങ്ങനെ ചെയ്ത പല കാര്യങ്ങളും അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലുണ്ട്. എന്നാൽ ഇത്തരം സംഭവങ്ങളിൽ പലതും പിന്നീട് സംഭവിച്ചിട്ടില്ല, അല്ലെങ്കിൽ സംഭവിക്കും എന്ന് നമുക്ക് നിർബന്ധം പിടിക്കുവാനും സാധിക്കില്ല. അത്തരത്തിലുള്ള പല സംഭവങ്ങളുണ്ട്. ഉദാഹരണത്തിന് 1-ാം അധ്യായത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്, അവരൊരു അപ്പോസ്തലനെ തിരഞ്ഞെടുത്തു. യൂദ നാശയോഗ്യനായതുകൊണ്ട് ഒരു അപ്പോസ്തലനെ തിരഞ്ഞെടുത്തു. അത് പിന്നീട് നമ്മൾ ഒരിടത്തും വായിക്കുന്നില്ല. യാക്കോബ് മരിച്ചപ്പോൾ പിന്നെ ഒരാളെ തിരഞ്ഞെടുത്തില്ലല്ലോ. അതുപോലെ യേശു അവരോട് യെരുശലേമിൽ കാത്തിരിക്കാൻ പറഞ്ഞു. പരിശുദ്ധാത്മാവ് വരുവാൻ വേണ്ടി യെരുശലേമിൽ കാത്തിരിക്കാൻ പറഞ്ഞു. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് വന്നു. പിന്നെ അതിനുശേഷം യെരുശലേമിൽ പോയി കാത്തിരിക്കുക എന്ന ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യം ഇല്ല. അത് പിന്നീട് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിൽ വായിക്കുന്നില്ല. അതുപോലെ തന്നെ ചില പ്രത്യേക അത്ഭുത പ്രവൃത്തികൾ
പത്രോസിൻ്റെ നിഴല് വീണ് സൗഖ്യം കിട്ടിയതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് അത്തരത്തിലുള്ളൊരു സൗഖ്യം ഉണ്ടായതായി നമ്മൾ കാണുന്നില്ല. അല്ലെങ്കിൽ അപ്പോസ്തല പ്രവൃത്തികളിൽ തന്നെ അത്തരം അത്ഭുതങ്ങളുടെ എണ്ണം കുറഞ്ഞു വരുന്നതായി കാണാം. പരിശുദ്ധാത്മാവിനോട് കപടം കാണിച്ചു, സ്തോത്രാഴ്ച സഞ്ചിയിൽ തീരുമാനിച്ച പണം മുഴുവൻ ഇടാത്തവർ വീണ് മരിക്കുന്നു. ഇതൊന്നും പിന്നീട് സംഭവിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല. ആദിമസഭയുടെ തുടക്കത്തിൽ ചില കാര്യങ്ങൾ ഉണ്ടായി. അത് എല്ലാ കാലത്തും നടക്കും എന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റുകയില്ല. അതുപോലെ തന്നെ ആദ്യമായി യഹൂദരല്ലാത്ത ആളുകൾ സുവിശേഷം വിശ്വസിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വിശ്വസിക്കുമ്പോൾ അവരെ സഭയിൽ ഏകോദര സഹോദരന്മാരായി ചേർത്തുകൊള്ളുവാൻ യഹൂദന്മാർക്ക് സാധിക്കില്ല. കാരണം ഇന്നലെ വരെ യഹൂദന്മാരും ശമര്യക്കാരും തമ്മിൽ യാതൊരു ബന്ധവുമില്ലായിരുന്നു. സുവിശേഷം വിശ്വസിച്ചതിൻ്റെ പിറ്റേ ദിവസം മുതൽ അവർ ഒരു സഭയുടെ അംഗങ്ങളാണ്, സഹോദരന്മാരാണ് എന്ന് പറയുന്നത് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാണ്, ശമര്യരെ സംബന്ധിച്ചു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ വ്യത്യാസമൊന്നും ഇല്ലാതാക്കണം എന്നത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു. അതിനുവേണ്ടി താൻ ചില കാര്യങ്ങൾ ചെയ്തു. അതെന്താണ് എന്ന് നമുക്ക് ഈ ഭാഗത്ത് കാണാൻ കഴിയും. ശമര്യയിലുള്ള ആളുകൾ ഫിലിപ്പോസിൻ്റെ പ്രസംഗം കേട്ട് രക്ഷിക്കപ്പെട്ടു. അവർ സുവിശേഷം വിശ്വസിച്ചു. എന്നാൽ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നില്ല. ശമര്യയിലുള്ള ആളുകൾ സുവിശേഷം വിശ്വസിച്ചു എന്ന് യെരുശലേമിലുള്ള യഹൂദന്മാരായ അപ്പോസ്തലന്മാർ കേട്ടപ്പോൾ അവർ ഇത് എന്താണ് എന്നറിയുവാൻ വേണ്ടി രണ്ടുപേരെ ശമര്യയിലേക്ക് അയക്കുകയാണ്. അത് പത്രോസും യോഹന്നാനുമാണ്. ദൈവം സുവിശേഷം വിശ്വസിക്കുന്ന ജാതികളെയും ശമര്യക്കാരെയും അംഗീകരിക്കും എന്ന കാര്യം ദഹിക്കാൻ യഹൂദന്മാർക്കൊരല്പം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ദൈവം ഡെലിബറേറ്റായി അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വരുന്ന ഒരല്പം താമസിപ്പിച്ചു. അതിന് കാരണം ഇതാണ്: യെരുശലേമിൽ നിന്നും അപ്പോസ്തലന്മാർ ശമര്യയിൽ വന്ന് ഈ വിശ്വാസികളെ കാണണം. കണ്ടാൽ മാത്രം പോരാ, പെന്തക്കോസ്ത് നാളിൽ അവരുടെ മേൽ, അതായത് യഹൂദന്മാരായ യെരുശലേമിലുള്ള വിശ്വാസികളുടെ മേൽ എങ്ങനെ പരിശുദ്ധാത്മാവ് വന്നുവോ അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് ശമര്യരുടെ മേൽ വരുന്നത് ആ യഹൂദന്മാരായ അപ്പോസ്തലന്മാർ കാണണം. ഇനി മറ്റൊരു കാര്യം നിങ്ങൾ ഓർക്കും, കർത്താവ് ഒരിക്കൽ പത്രോസിനോട് പറഞ്ഞു, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നുവെന്ന്. അതിൻ്റെ അർത്ഥം ആളുകളുടെ പാപം ക്ഷമിച്ചു കൊടുക്കുവാനുള്ള അധികാരം പത്രോസിന് ഉണ്ട് എന്നാണ് ചിലർ വ്യാഖ്യാനിക്കുന്നത്. അത് ശരിയല്ല. ഈ അധ്യായത്തിൽ നമ്മൾ ഈ വായിച്ച ഭാഗത്ത് തന്നെ കാണുന്നുണ്ട്, ഒരുത്തൻ പാപം ചെയ്തു, അവനോട് പാപം ക്ഷമിക്കുന്നതിന് പകരം പത്രോസ് പറഞ്ഞു, നീ പ്രാർത്ഥിക്ക്, ഒരുപക്ഷെ ദൈവം ക്ഷമിക്കുമെന്നാണ്. അപ്പോൾ പത്രോസിന് പാപം ക്ഷമിക്കുവാനുള്ള അധികാരമല്ല ദൈവം കൊടുത്തത്, മറിച്ച് സുവിശേഷം ഓരോ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾക്കും വേണ്ടി ആദ്യമായി തുറന്നു കൊടുക്കുവാനുള്ള അധികാരമാണ് പത്രോസിന് ദൈവം നൽകിയത്. പെന്തക്കോസ്ത് നാളിൽ ആദ്യമായി യഹൂദന്മാരോട് സുവിശേഷം പ്രസംഗിച്ചത് പത്രോസ്. ഇനി ശമര്യയിൽ ആദ്യമായി സുവിശേഷം പ്രസംഗിക്കാനുള്ള അവസരം പത്രോസിന് ഉണ്ടായില്ല, ഫിലിപ്പോസിനാണ് അതുണ്ടായത്. എന്നാൽ ശമര്യയിൽ പത്രോസ് വന്ന് ശമര്യക്കാരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചത്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ ലഭിക്കുവാൻ പത്രോസിൻ്റെ സാന്നിധ്യവും ശുശ്രൂഷയും ആവശ്യമായിരുന്നു. കൊർന്നല്യോസ് ശമര്യനുമല്ല യഹൂദനുമല്ല, മുഴുവൻ ജാതീയനായ ഒരു വ്യക്തിയാണ്. കൊർന്നല്യോസിൻ്റെ വീട്ടിലും പത്രോസ് പോയി പ്രസംഗിക്കുന്നു. യഹൂദന്മാരുടെ മേൽ എങ്ങനെ പരിശുദ്ധാത്മാവ് വന്നോ അതുപോലെ തന്നെ ജാതികളുടെ മേലും പരിശുദ്ധാത്മാവ് വരുന്നു. അപ്പോൾ പത്രോസിന് കൊടുത്ത താക്കോൽ എന്ന് പറയുന്നത് ഈ മൂന്നും കൂട്ടർക്കും വേണ്ടി പരിശുദ്ധാത്മാവിനെ കൊടുക്കുവാൻ വേണ്ടി കൊടുത്ത അധികാരമാണ്. അപ്പോൾ അങ്ങനെ പത്രോസ് അവിടെ വന്ന് അവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. പരിശുദ്ധാത്മാവ് ലഭിച്ചത് ചില അടയാളങ്ങളോടുകൂടി തന്നെയാണ്. അതിൻ്റെ കാരണം യെരുശലേമിൽ നിന്ന് വന്ന യഹൂദന്മാരായ പത്രോസിനും യോഹന്നാനും ഒരു കാര്യം മനസ്സിലായി, ഞങ്ങൾക്ക് എങ്ങനെ പരിശുദ്ധാത്മാവിനെ ലഭിച്ചോ അതുപോലെ തന്നെയാണ് ശമര്യയിലുള്ള ഈ വിശ്വാസികൾക്കും പരിശുദ്ധാത്മാവിനെ ലഭിച്ചത്. ഇനി മറ്റൊരു കാര്യം, ശമര്യയിലുള്ള വിശ്വാസികൾ അവർക്ക് യഹൂദന്മാരെ ഇഷ്ടമല്ല. എന്നാൽ യഹൂദന്മാരായ
അപ്പോസ്തലന്മാരായ പത്രോസും യോഹന്നാനും വന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ മേൽ കൈവയ്ക്കുകയും ചെയ്തപ്പോഴാണ് ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവ് വന്നത്. അതിൻ്റെ അർത്ഥം ഞങ്ങൾ ഇനി അവരെയും ശത്രുക്കളായല്ല കാണേണ്ടത്, സഹോദരന്മാരായിട്ടാണ് കാണേണ്ടത് എന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ ദൈവം ഈ നിലയിൽ കാര്യങ്ങൾ ചെയ്തത് ആദിമ നൂറ്റാണ്ടിലെ സഭയിൽ ശമരിയൻ യഹൂദൻ എന്ന വേർതിരിവുണ്ടാകാതിരിക്കുവാൻ വേണ്ടിയാണ്. അതിനുവേണ്ടി ദൈവം ചെയ്ത ഒരു കാര്യമാണ് ഇവിടെ നാം കാണുന്നത്. പിന്നീട് പരിശുദ്ധാത്മാവ് വന്നത് ആ പ്രസംഗം കേട്ട് വിശ്വസിച്ചപ്പോഴാണ് എന്ന് നാം കാണുന്നു. എന്നാൽ അപ്പോസ്തലന്മാരാരും അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ അവർ അതിനെ സംശയിച്ചേനെ. അതുകൊണ്ടാണ് ഈ നിലയിൽ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം അനുവദിച്ചത്. ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്തയാഴ്ച ചിന്തിക്കാം. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.